പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക്. പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നേറ്റ് പറഞ്ഞേ, പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക്. അതേ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ ചില മേഖല, അയ്യോ എനിക്കത് വിജയിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കാമായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ദൈവത്തിന് വേണ്ടി അത് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് എനിക്കത് ചെയ്യാമായിരുന്നു എന്നുള്ള ചിന്തകൾ കൊണ്ട് നമ്മളൊരു പക്ഷേ പരാജയത്തിലാണ് എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ ഓരോരുത്തരെയും വിജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. ലൗകികമായ വിജയം എന്നതിലുപരി ഇതൊരു ആത്മീയമായ യാത്രയിൽ നമുക്ക് ആത്മീയമായ വിജയമാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കും. ഞാൻ ഓരോ ദിവസവും കുറേ സമയം ദൈവത്തിൻ്റെ വചനം വായിക്കും. പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളതിൽ പരാജയപ്പെട്ടു പോകും. വായിക്കുവാൻ നമുക്ക് സമയം കിട്ടാറില്ല. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കുറച്ചുകൂടെ സമയം ചിലവഴിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടും പിന്നീട് നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. നമ്മൾ പരാജയപ്പെട്ടു പോകും. പലപ്പോഴും സാത്താൻ നമ്മളെ പരാജയപ്പെടുത്താറുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങൾ തോറ്റു പോകേണ്ടതല്ല. കാരണം ലോകത്തെ ജയിച്ച യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പിശാചിൻ്റെ മേൽ ജയം തരാൻ കഴിവുള്ള യേശു ക്രിസ്തുവിൻ്റെ രക്തവും കർത്താവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ പരാജയപ്പെട്ടു പോകേണ്ടതെന്നല്ല. പരാജയം എന്നൊരു വാക്ക് അവർ പറയേണ്ടതേ അല്ല, അവർ വിജയിക്കേണ്ടവരാണ്. എങ്ങനെ അവർക്ക് വിജയിക്കുവാനായിട്ട് കഴിയും? ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ദൈവ പൈതൽ മുൻപോട്ട് നടക്കേണ്ടുന്നവനോ ഓടുന്നവനല്ല. ഒരു ദൈവ പൈതൽ മുൻപിലോട്ട് കുതിക്കേണ്ടവനാണ്. ആത്മീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ യാത്ര എന്ന് പറയുന്നത് കുതിച്ചുകൊണ്ടായിരിക്കണം. ഇടറി വീഴുന്നവനായിട്ടല്ല, കുതിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. അതിനാവശ്യമായ ദൈവത്തിൻ്റെ വചനങ്ങളും അതിനാവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അതിനാവശ്യമായ കൃപാവരങ്ങളും ഓരോന്നും ദിവസവും നമുക്ക് അനുദിനവും തന്ന് നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തൻ. ആമേൻ. ഈ ദൈവം നമ്മളെ പരാജയത്തിനല്ല വിളിച്ചിരിക്കുന്നത്, നമ്മളെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ നിർത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഒരു ഭാഗം വായിക്കുക, 2 കൊരിന്ത്യർ 9:8. 2 കൊരിന്ത്യർ 9 അതിൻ്റെ 8 വാക്യം. നിങ്ങൾ സകലത്തിലും എപ്പോഴും അഭിവൃദ്ധിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും വർദ്ധിച്ചു വരുവാൻ നിങ്ങളിൽ സകല കൃപയും വർദ്ധിപ്പിക്കുവാൻ ദൈവം ശക്തനാകുന്നു. അതെ, ദൈവം ശക്തനാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സകല സൽപ്രവൃത്തിയും ചെയ്യാനാണ്. ഏതെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പ്രവൃത്തികൾ എന്താണ് അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് കൂടിയേ തീരുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം കൂടിയേ തീരുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തൊക്കെ നല്ല പ്രവൃത്തികൾ പറഞ്ഞിട്ടുണ്ടോ, ദൈവത്തിൻ്റെ നീതിയുടെ പ്രവൃത്തികൾ പറഞ്ഞിട്ടുണ്ടോ, അത് നമ്മൾ മനസ്സിലാക്കുകയും അത് ചെയ്യുകയും ചെയ്യുക.